നാടെങ്ങും ഫുട്ബോൾ ആരവങ്ങൾ ഉണരാറായി. ഇന്ത്യക്കാരായ നാം എന്തുകൊണ്ടാണ് മറ്റു ദേശങ്ങൾക്ക് വേണ്ടി ഇത്രയധികം ആവേശത്തോടെ പെരുമാറുന്നത്? തൃക്കരിപ്പൂരിലെ ചില വിശേഷങ്ങൾ കാണാം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് തൃക്കരിപ്പൂരാണ്. തൃക്കരിപ്പൂർ എന്ന് പറയുന്നത് ഫുട്ബോളിനെ ആവേശകരമായി എതിരേൽക്കുന്ന ഒരു നാടാണ്. എന്തുകൊണ്ടാണ് ഇത്രയും തൃക്കരിപ്പൂരിൽ ഫുട്ബോളിന് ഫാൻസ് ഉള്ളതെന്ന് നമുക്കറിയാം. ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് എന്തുകൊണ്ടാണ് ഇത്ര ഫാൻസ്. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോളിന്റെ ഫാൻസ് എന്ന് പറയുന്നത് മലപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് ഫുട്ബോളിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് തൃക്കരിപ്പൂരാണ്. മലപ്പുറത്തേക്ക് കളിക്കാൻ വേണ്ടിയിട്ട് തൃക്കരിപ്പൂരിൽ നിന്ന് പ്ലേയേഴ്സ് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ചരിത്രമൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കോ കാര്യങ്ങൾക്കോ അറിയണമെന്നില്ല. പക്ഷെ പഴയ ആൾക്കാർക്ക് അറിയാം എത്രത്തോളം പ്ലേയേഴ്സ് ഈ നാട്ടിൽ നിന്ന് മലപ്പുറത്തേക്കും ബാക്കിയുള്ള സ്ഥലത്തേക്കും പോയിട്ടുണ്ടെന്ന്. അപ്പൊ അത് തന്നെയാണ് ഈ ഇത്ര ആവേശത്തിന് കാരണവും. പിന്നെ ഫുട്ബോളിനില്ല പോലെ വേറൊരു ഗെയിമിനോ ഒരു ഈനോ ഇത്രയും ആരാധകന്മാർ ലോകത്തേടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്രിക്കറ്റും കാര്യങ്ങളും ഇതെല്ലാം ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഈ ഒരു ആവേശം ഫുട്ബോളിനല്ലാണ്ട് ലോകത്ത് വേറെ എവിടെയും കാണുന്നില്ല. അപ്പൊ നമ്മൾ ഇന്ത്യക്കാരായിട്ട് പോലും മറ്റൊരു രാജ്യത്തിന് വേണ്ടി ഇത്രയും ആഘോഷത്തോടെ പോസ്റ്ററുകളും ബാനറുകളും അതുപോലെ ഞാൻ ഇന്ന രാജ്യമാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പന്തയം വെക്കുന്ന ഒരു തരത്തിലാണ് ഫുട്ബോളിനെ നമ്മൾ എതിരേൽക്കുന്നത്. എന്തായിരിക്കും അതിന്റെ കാരണം? എന്തായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഓരോരാൾക്കും ഓരോ ഇഷ്ടപ്പെട്ട പ്ലേയേഴ്സ് ഓരോ രാജ്യത്തിന് വേണ്ടിയിട്ട് കളിക്കുന്നുണ്ട്. അപ്പോ എന്റെ ടീമായത് ഫ്രാൻസ് ആണ്. അപ്പോ 2 വേൾഡ് കപ്പിൽ ഫൈനൽ കളിച്ച് 3ാമത് ഹാട്രിക്കിന് വേണ്ടിയിട്ട് കാത്തിക്കുന്നതാണ്. അപ്പോൾ അത് തന്നെയാണ് ഓരോരോ ആൾക്കാർക്കും ഓരോരോ പ്ലേയേഴ്സിനോടും ഓരോ രാജ്യത്തിനോടും ഇഷ്ടം കയറുന്നതും ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്. നമുക്കൊന്നും പറയാനില്ല. നമ്മുടെ ഇപ്രാവശ്യം നമ്മളെ പോർച്ചുഗൽ എന്തായാലും കപ്പടിക്കുന്നതായിരിക്കും. കാരണം നമ്മുടെ റൊണാൾഡോയുടെ ലാസ്റ്റ് മത്സരം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പറയാൻ പറ്റും ഇപ്രാവശ്യം നമ്മളെ പോർച്ചുഗൽ കപ്പടിക്കുന്നത്. നമുക്ക് ഇവരൊന്നും മാതിരി കുറെ കട്ടൗട്ടറോ കുറെ ബാനറോ കാര്യങ്ങളോ ഒന്നും വേണ്ട. കാരണം നമുക്ക് ഈ ഒരൊറ്റ ഫ്ലാഗ് മാത്രം മതി. പിന്നെ സിദാന്റെ പിൻഗാമികളായിട്ട് അങ്ങ് കുറെ ആൾക്കാർ വന്നുകൊണ്ടുണ്ട്. 2 ഫൈനൽ കളിച്ച ടീമാണ്. അടുത്തതെന്ന് പറയുന്നത് ഹാട്രിക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. കൂടുതലൊന്നും പറയാനില്ല, എല്ലാം കളിക്കളത്തിൽ കാണാം. ഇത്രയേ ഉള്ളൂ.